ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളതും ഉണ്ടാക്കാൻ അറിയാവുന്നതുമായിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മുടെ ഏത്തയ്ക്കാപ്പം അല്ലേ. വാഴയ്ക്കാപ്പം, പഴംപൊരി, അങ്ങനെ പല പേരിൽ പറഞ്ഞു കഴിഞ്ഞാലും വളരെ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് നമ്മളെല്ലാവരും ഇത് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിത് ഒരു ദിവസം വീട്ടിലുണ്ടാക്കിയപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഏത്തയ്ക്കാപ്പത്തിൻ്റെ കൂട്ടുകൊണ്ട് നമുക്ക് ഒരു 3-4 ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 3/4 ടീസ്പൂണ് കറുത്ത എള്ളും. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളവുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മൊത്തം 1 കപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ആദ്യം ഇച്ചിരിയായിട്ട് ചേർത്ത് സമയം കളഞ്ഞ് നിങ്ങളുടെ സമയം കളയാതെ, അതുകൊണ്ട് ഞാൻ ചേർത്തത് മുഴുവനും കൂടെ ഞാൻ നിങ്ങളേക്കും കാണിക്കുകയായിരുന്നു. മൊത്തം ഞാൻ 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തത് 1 കപ്പാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഏറ്റവും അവസാനം ഓർത്തത് അരിപ്പൊടിയുടെ കാര്യം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഏലക്കാപ്പൊടിയുടെ സ്വാദ് നല്ല ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി വരെ ആകുന്നതിനും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഏത്തയ്ക്കാപ്പത്തിന് നല്ല മധുരം വേണ്ടവർക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര വേണ്ടി വരുവേ. പിന്നെ നല്ല മധുരമുള്ള നാടൻ ഏത്തപ്പഴമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാര മതി. പഞ്ചസാര ഇട്ടില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആ ഏത്തയ്ക്കയുടെ രുചി കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് മാവിൽ മുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നിങ്ങൾക്ക് ആദ്യം കാണിച്ച ആ ഒരു രീതിയിൽ വളരെ ലൈറ്റ് യെല്ലോ കളറിലും എടുക്കാം. ഇതുപോലെ ഒരു ചൂടൊന്ന് ഫ്രൈ ആക്കിയിട്ടും എടുക്കാം. അതുപോലെ കുറച്ചുകൂടി നല്ല ക്രിസ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി ചേർത്താൽ മതിയാവുമേ. ഈ മഴയുള്ള സമയത്ത് നല്ല ചൂട് ഏത്തയ്ക്കാപ്പവും ഒരു ഗ്ലാസ് ചായയൊക്കെ കൂടെ കിട്ടിയാൽ അടിപൊളിയല്ലേ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഏത്തയ്ക്കാപ്പം തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്